നാണവും മാനവും ഇല്ലല്ലോ ഇയാൾക്ക് ഇത്രയും പ്രായമായിട്ട് 4 മക്കളുമായി അധികം വേഷം കെട്ട് കളിക്കാൻ തന്നു കഴിഞ്ഞാലേ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും അത്ര തന്നെ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൊള്ളാല്ലേ അച്ഛാ? കിട്ടിലും ബിസിനസ് അല്ലേ, കോടികളല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം. ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞൊന്ന് മെച്ചൂർഡൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. പുഷ്പേ, കുട്ടികൾക്ക് കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കൂ. പഞ്ചസാര ഇല്ല. പഞ്ചസാര ഇന്നലെ മേടിച്ചിട്ട് തന്നതല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് ചോദിക്കാം? ആ പറയാ, വാ വാ ഇങ്ങോട്ട് വാ. അയ്യോ അച്ഛൻ കഥ പറഞ്ഞില്ല. നിന്റെ അച്ഛന്റെ കഥ ഞാൻ ഇത് തീർക്കുന്നുണ്ട്. വിടടി, ഇങ്ങോട്ട് വാ. എന്തുവാടി? ഇങ്ങോട്ട് വരാല്ലേ, വന്നത്തെ റൂം വരെ വരാൻ നിങ്ങൾക്ക് സമയമില്ലേ? ഇങ്ങോട്ട് വാ മനുഷ്യ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറി, ഇങ്ങോട്ട് കേറി. എന്തുവാടി ഇത്? നിങ്ങൾക്ക് കുറച്ച് ഉളുപ്പുണ്ടോ? ഈ പേഴ്സ് ആരതാ? ഇതെന്റെ ബാഗിനകത്തിരുന്നല്ലേ. സമ്മതിച്ചു. അപ്പൊ ആ. എന്നാ പറ, ആരാ ലൗലി ആരാ? കള്ളം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. എടി എനിക്ക് അറിയത്തില്ലടി. പിന്നെ നിങ്ങളുടെ ബാഗിൽ എങ്ങനെ ഈ പേഴ്സ് തന്നെ കൈയും കാലം വെച്ച് കയറി വന്നാ? എടി ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ അത് പറ, ഞാൻ ഒഴിവായി തരാം. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ മിണ്ടാതെ കേട്ടോളാം. പറ എന്നാ പിന്നെ. ഞാൻ ഇങ്ങോട്ട് ബസ്സിൽ വരുമ്പോ എന്റെ സൈഡ് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയപ്പം ഈ പേഴ്സ് അവിടെ അവർ വെച്ച് മറന്നുപോയി. ഞാനൊരു പരോപകാരമല്ലെന്ന് കരുതി അതെടുത്ത് എൻ്റെ ബാഗിനകത്ത് വെച്ചു. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ലൗലി ഒരു നമ്പറുണ്ട്. ഞാൻ കുത്തിയിരുന്ന് അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പേഴ്സ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ വീട് ഇന്നിടത്താണ്, ഇങ്ങോട്ട് വരാമെങ്കിൽ ഞാൻ പേഴ്സ് തരാമെന്ന് പറഞ്ഞ് ഇവിടം വരെ വന്നു. നീ ഇത് എന്തിനാ എടുത്തു വെച്ചോണ്ടിരിക്കുന്നത്? സത്യമല്ലേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യൂലെന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്നാലും ഇത് അറിഞ്ഞിട്ടാണ് നീ എന്നെ ചവിട്ടി കൂട്ടി ഇട്ടത് ഇവിടെ? അതെന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്തോന്ന് ആരോഗ്യമാടി നിനക്ക്? വലിച്ചെന്നെ ചവിട്ടി കൂട്ടി കളഞ്ഞില്ലേ നീ? ജ്യൂസ് എടുക്കട്ടെ? നീ അല്ലേ പറഞ്ഞ പഞ്ചസാര? അത് ഞാൻ ആ ദേഷ്യത്തിൽ വെറുതെ പറഞ്ഞതാ. എടുക്കട്ടെ? എന്തുവായിരുന്നു അച്ഛൻ അമ്മയായിട്ടുള്ള പ്രശ്നം? ഒരു ചെറിയ സൗന്ദര്യ പിണക്കം. എന്നിട്ട് സൗന്ദര്യ പിണക്കം മാറിയാ? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സോപ്പിട്ട് എടുത്തു അല്ലേ? ഒരുങ്ങിയൊക്കെ വരട്ടെന്നേ, നമുക്ക് ക്ഷമിക്കാം. അച്ഛാ ഞാൻ റെഡി. നീ എന്തിനു റെഡി? നീ എന്തിനാ വരുന്നേ? ഇവിടെ വീട്ടിലാരുമില്ല, നീ കാവലിരുന്നാ മതി. ഞാൻ ഇവിടുത്തെ പട്ടിയാ. എടാ, പട്ടികൾ വരെ നിനക്കെതിരെ കേസ് കൊടുക്കൂടെ? അവർക്ക് നാണക്കേടാ നീ ആയിട്ട് കമ്പയർ ചെയ്ത. മിണ്ടാതിരിക്കുന്നേ, അവൻ വരും. എന്നാ ഒരു പണി കേട്ടോ, അല്ല ഡിക്കിയിൽ എങ്ങാനും കയറി ഇരുന്നോട്ടെ. എടാ, നീ എന്റെ ലിപ് ബാം ഇട്ടുണ്ടാ? ഇല്ലോ. ഉവ്വാലോ. ഉണ്ടറാ. ദൈവമേ, എന്റെ മാല. നാണമില്ലടാ പെണ്ണുങ്ങളെ പോലെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിറങ്ങാൻ. അവന്റെ ചുണ്ട് അല്ലെങ്കിലും നോർമലി നല്ല കളറാ. സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ. എവിടേക്ക് പോണ്? കല്യാണത്തിനൊന്നല്ല പോണേ നമ്മള്. കല്യാണത്തിന് പോകുമ്പോ മാത്രം ഒരുങ്ങാവുള്ളൂ. അച്ഛമ്മേ, സത്യം പറയാലോ, ഇപ്പൊ അച്ഛന്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു. എന്തൊരു ഭംഗിയാണോ? പിന്നെ ചെക്കന്മാര് പിന്നാലെ നടക്കും. അങ്ങനെ ചില സുന്ദരി പെണ്ണുങ്ങളെ കണ്ട ചെറുക്കന്മാരൊക്കെ നോക്കും. എന്താ പൂതി വയസ്സാകാലത്ത്? നിനക്കെന്നാടി എന്നെ വയസ്സിന്ന് വിളിക്കുന്ന? പ്രകാശൻ സാർ ആരാ? ഞാനാ സാർ, നമ്മളൊരു ബാഗ് വെച്ചിട്ട് മറന്നുപോയി. പുഷ്പേ, ആ ബാഗിന്റെ ആളാ, അങ്ങെടുത്തു. നിങ്ങൾ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോ സൂക്ഷിക്കണ്ടേ? ഞാൻ നോക്കുമ്പോ സീറ്റിൽ കിടക്കുകയായിരുന്നു. ഇപ്പൊ നമ്മളായോണ്ട് എടുത്ത് തിരിച്ചു തരുന്നു. അറിയാതെ വെച്ച് മറന്നുപോയതാണ്. വല്ല വിലപിടിപ്പുള്ള സംഭവമൊക്കെ മനസ്സിലായി. എല്ലാരും ഇതുപോലെ തിരിച്ചു തന്നൊന്നും വരില്ല. കൊണ്ടുവാ. നീ തന്നെ കൊടുത്തു. ശരി, ഒന്ന് നോക്കിക്കോളൂ. അതിനകത്തുള്ളതൊക്കെ അതിനകത്തുണ്ടോ നോക്കൂ. ഓക്കെ അല്ലേ?
എന്താ ഇതിലൊരു 6450 രൂപ ഉണ്ടായിരുന്നല്ലോ, ഇത് കാണുന്നില്ല. ഞങ്ങളാരും എടുത്തിട്ടൊന്നുമില്ല സുഹൃത്തെ. ഞങ്ങൾക്ക് എന്തിനാ നിങ്ങളുടെ പൈസ? ഞങ്ങൾ ഈ ക്യാഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്നത്. മനസ്സിലായോ? ഞാനൊരു കാര്യം നിങ്ങൾ ചോദിച്ചോട്ടെ? തമ്മിൽ ഇപ്പൊ കണ്ണ് കാണിക്കുന്നത് ഞങ്ങൾ കണ്ടതാണല്ലോ. ഞങ്ങൾ കണ്ണ് കാണിച്ച അതൊന്നും അല്ല. പിന്നെ? ആരെങ്കിലും അബദ്ധത്തിൽ എടുത്തോന്ന് അറിയാൻ ചോദിച്ചതാണ്. ഞങ്ങൾക്ക് ഈ നിങ്ങളുടെ പൈസയുടെ അപ്പൊ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, ആരെങ്കിലും ഒരു എടുത്തോ ഡൗട്ടും ഇല്ല. അറിയാനില്ല അല്ലേ? ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ വിളിച്ചു വരുത്തോടെ. എനിക്ക് ഞങ്ങൾ വെറുതെ വന്നാണ് പൈസ എടുക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ വിളിച്ചോട്ടല്ലേ ഞങ്ങൾ വന്നത്? എന്റെ സുഹൃത്തെ, നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചു നോക്ക്. ഞങ്ങൾ പൈസ മുട്ടിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുവോ? ചേട്ടാ, ഇയാളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇയാളെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് മര്യാദയ്ക്ക് പൈസ വാങ്ങിക്കാൻ നോക്ക്. പൈസ പോലീസ് വിളിക്കാം. എങ്കിലേ ഇവർക്ക് കാര്യമുള്ളൂ. പോലീസ് വിളിക്കാം. എടാ എടാ ഇത് പോലീസിനെ വിളിച്ചാലേ തീരുള്ളൂ. മക്കളെ, ഈ വീട്ടിൽ ഇതുവരെ പോലീസുകാരൊന്നും കയറിയിട്ടില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കടാ. ഞാൻ എങ്ങനെ സോൾവ് ആക്കാനാ? ഇവര് ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇങ്ങോട്ട് വന്നേ, ആ, ഞാൻ നിനക്ക് പൈസ തരാം. ഉറപ്പാണോ? അതെ, നിങ്ങൾ പോലീസിനെ ഒന്നും വിളിക്കണ്ട. എത്ര പൈസ നിങ്ങൾക്ക് തന്നേക്കാം. കണ്ടോ? സത്യം പറയടാ പ്രകാശ, നീ പൈസ എടുത്തോടാ. അമ്മ, പ്രകാശേട്ടൻ അങ്ങനത്തെ വൃത്തിയോടൊന്നും ചെയ്യില്ല അമ്മ. അവനെ എനിക്കറിയാം. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. അവരെന്താ ഇവിടെ? നീ അറിയോ അവരെ? പിന്നെ കൊള്ളാം, യൂട്യൂബിലെ വൈറൽ താരങ്ങളല്ലേ. യൂട്യൂബിൽ വൈറലാ? പിന്നെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കല അവരെ മെയിൻ ഹോബി. അച്ഛാ, ഞാൻ കണ്ടിട്ടുണ്ട് അവരെ. ഈ തട്ടിപ്പ് കേസിൽ അവരെ പോലീസൊക്കെ പിടിച്ചതാ. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവളെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടെന്ന്. അമ്മേ, അമ്മയ്ക്ക് വിശ്വാസമില്ല എന്നെ. വണ്ടി എടുക്കട്ടെ, പിടിക്കാം.